ക്രിസ്റ്റഫർ നോളൻ. ആ രണ്ട് വാക്കുകൾ മാത്രം മതി ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികളിൽ ആവേശം നിറയ്ക്കാൻ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകൾക്ക് പിന്നാലെ പോകാതെ സമയത്തെയും കാലത്തെയും മാജിക് പോലെ മാറ്റിമറിച്ച് തിയേറ്ററുകളിൽ അത്ഭുതം തീർക്കുന്ന സംവിധായകൻ. ഫിലിം സ്കൂളുകളിൽ പോകാതെ തന്നെ ലോക സിനിമയുടെ നെറുകയിലെത്തിയ ആ ചലച്ചിത്ര പ്രതിഭയുടെ ജീവിതത്തിലേക്കും സിനിമാ ലോകത്തിലേക്കും ഒന്ന് കണ്ടുപിടിക്കാം. 1970 ജൂലൈ 30 ലണ്ടനിൽ ജനിച്ച ക്രിസ്റ്റഫർ നോളന് ചെറുപ്പത്തിലെ സിനിമയോടായിരുന്നു കമ്പം. 7-ാം വയസ്സിൽ അച്ഛൻ്റെ സൂപ്പർ 8 ക്യാമറ ഉപയോഗിച്ച് കളിമണ്ണും മാവും കൊണ്ട് സെറ്റുകൾ ഉണ്ടാക്കി സഹോദരൻ ജൊനാഥനെ കഥാപാത്രമാക്കിയാണ് നോളൻ ആദ്യമായി ഒരു കുഞ്ഞു സിനിമ നിർമ്മിക്കുന്നത്. പിന്നീട് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുമ്പോഴും സിനിമയോടുള്ള താല്പര്യം കൈവിട്ടില്ല. അവിടെ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ആയിരുന്ന നോളൻ കാമുകിയും പിന്നീട് ജീവിത പങ്കാളിയുമായ എമ്മ തോമസുമായി ചേർന്ന് പ്രദർശനങ്ങൾ സംഘടിപ്പിച്ച് പണം കണ്ടെത്തി 16mm ചിത്രങ്ങൾ നിർമ്മിച്ചു പോന്നു. 1997 പുറത്തിറങ്ങിയ ഡൂഡിൽ ബഗ് എന്ന 3 മിനിറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോർട്ട് ഫിലിമിലൂടെയാണ് നോളൻ എന്ന മാസ്റ്റർ മൈൻഡ് ലോകശ്രദ്ധ നേടുന്നത്. തുടർന്ന് 1998 ഫോളോവിംഗ് എന്ന ആദ്യ ഫീച്ചർ സിനിമയും 2000 മെമൻറ്റോ എന്ന വിപ്ലവകരമായ സിനിമയും അദ്ദേഹം ഒരുക്കി. റിവേഴ്സ് ക്രോണോളജിയിൽ കഥ പറഞ്ഞ മെമൻറ്റോ 74ാമത് അക്കാഡമി അവാർഡിൽ മികച്ച തിരക്കഥയ്ക്കുള്ള നാമനിർദ്ദേശവും നോളന് നേടിക്കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ഇൻസോംനിയ, ബാറ്റ്മാൻ ട്രിലജി, ദ പ്രസ്റ്റീജ്, ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലർ, ഡൺകിർക്ക്, ടെനറ്റ്, ഓപ്പൺഹൈമർ തുടങ്ങി ലോക സിനിമയിലെ തന്നെ നാഴികക്കല്ലുകളായ ചിത്രങ്ങൾ നോളന്റെ തൂലികയിൽ നിന്നും ക്യാമറയിൽ നിന്നും ജനിച്ചു. സിനിമ കമ്പ്യൂട്ടറിൻ്റേതല്ല, സംവിധായകന്റെ സൃഷ്ടിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ക്രിസ്റ്റഫർ നോളൻ. CGI സാങ്കേതികവിദ്യ പരമാവധി ഒഴിവാക്കി യഥാർത്ഥ ലൊക്കേഷനുകളും പ്രാക്ടിക്കൽ ഇഫക്റ്റുകളും ഉപയോഗിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. ഇൻസെപ്ഷനിലെ റൊട്ടേറ്റിംഗ് ഹാൾവേ ഫൈറ്റ് സീൻ, ഡാർക്ക് നൈറ്റിൽ വലിയ ട്രക്ക് തലകീഴായി മറിച്ചത്, ടെനറ്റിൽ യഥാർത്ഥ വിമാനം കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറ്റിയത്, ഓപ്പൺഹൈമറിലെ ട്രിനിറ്റി ടെസ്റ്റ് VFX ഇല്ലാതെ പുനരാവിഷ്കരിച്ചത്. ഇങ്ങനെ നോളൻ തീർത്ത അത്ഭുതങ്ങൾ നിരവധിയാണ്. ഇന്റർസ്റ്റെല്ലാറിനായി ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ നോളൻ നിർമ്മിച്ച ബ്ലാക്ക് ഹോളിന്റെ രൂപം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രലോകം യഥാർത്ഥ ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തിയപ്പോൾ അതിനോട് അതിശയകരമായ സാമ്യമുള്ളതായിരുന്നു. ഈ ആധുനിക ഡിജിറ്റൽ യുഗത്തിലും സെൽഫോണോ ഇമെയിലോ വിലാസമോ ഉപയോഗിക്കാത്ത വ്യക്തിയാണ് ക്രിസ്റ്റഫർ നോളൻ. സമയത്തെക്കുറിച്ച് സദാ ചിന്തിക്കുന്ന ഈ സംവിധായകന് മൊബൈൽ ഫോണുകൾ വെറുമൊരു ശല്യമായി തോന്നിയിരിക്കാം. ഭാര്യ എമ്മ തോമസിന്റെ ഫോണിലാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ സുഹൃത്തുക്കളും സിനിമാ ലോകവും നോളനെ ബന്ധപ്പെടുന്നത്. എന്നാൽ സിനിമയിൽ കാണുന്ന ഗൗരവക്കാരനല്ല നോളൻ. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന, സൗഹൃദങ്ങളും യാത്രകളും ഇഷ്ടപ്പെടുന്ന ഒരു ശാന്ത സ്വഭാവിയാണ് അദ്ദേഹം. 4 മക്കളും ഭാര്യ എമ്മയുമൊത്ത് ലോസ് ആഞ്ചലസിൽ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നു. ഇപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുകയാണ് ഹോമറിന്റെ പ്രശസ്തമായ ഗ്രീക്ക് ഇതിഹാസ കാവ്യത്തെ ആസ്പദമാക്കി നോളൻ ഒരുക്കിയ ദി ഒഡീസി എന്ന ചിത്രം. IMAX ക്യാമറകളിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ഈ ചിത്രം ആദ്യ വാരത്തിൽ തന്നെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും തിരിച്ചുപിടിച്ച് $264 മില്യൺ കളക്ഷൻ നേടി മുന്നേറുന്നു. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഇതാക്കയിലെ രാജാവായ ഒഡീസിയസ് തന്റെ ജന്മനാട്ടിലേക്ക് നടത്തുന്ന അപകടകരമായ തിരിച്ചുവരവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. മാറ്റ് ഡാമൻ, ടോം ഹോളണ്ട്, ആൻ ഹാത്വേ, റോബർട്ട് പാറ്റിൻസൺ, സെൻഡയ തുടങ്ങിയ വൻ താരനിര അണിനിരുന്ന ഈ ചിത്രം പ്രാക്ടിക്കൽ ഇഫക്റ്റുകളിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത ദൃശ്യവിസ്മയമാണ്. പ്രേക്ഷകരെ ഒട്ടും സ്പൂൺ ഫീഡ് ചെയ്യാതെ ഓരോ തവണ കാണുമ്പോഴും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നതാണ് ക്രിസ്റ്റഫർ നോളന്റെ ഓരോ സിനിമയും. സമയത്തെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ഇനിയും തുടരട്ടെ.